നമ്മളെല്ലാവരും കൂടെ ഒരുങ്ങി സുന്ദരിമണികളായിട്ടൊരു കല്യാണത്തിന് പോവാണ്. സുന്ദരിമണികളെന്ന് പറഞ്ഞാൽ ചുമ്മാ ആലങ്കാരികമായിട്ട് അങ്ങ് പറഞ്ഞതാണ്. നിങ്ങൾക്ക് ചിലപ്പോൾ അങ്ങനെ തോന്നത്തില്ലായിരിക്കും. എന്നാലും നമുക്ക് നമ്മളോടൊരു ഇഷ്ടമൊക്കെ ഉണ്ടല്ലോ. അതുകൊണ്ട് അങ്ങനെ പറഞ്ഞതാട്ടോ. ചിപ്പിയുടെ കൂട്ടുകാരുടെ കല്യാണമാണേ. അപ്പോൾ എന്നെയും വന്ന് വിളിച്ചിട്ടുണ്ടായിരുന്നു. ഞങ്ങൾ പോവാൻ ഇറങ്ങി ഇവിടെ വന്നപ്പോൾ ദേ ഇവരെന്നെ കണ്ടുകൊണ്ട് അവിടെ വന്ന് മിണ്ടി ഫോട്ടോ ഒക്കെ എടുത്തിട്ട് പോയി. ആ വന്ന ആളിൻ്റെ പേര് എനിക്ക് ഒത്തിരി ഇഷ്ടപ്പെട്ടു. പ്രിയദർശിനി എന്നാണ് കേട്ടോ. നല്ല പേരല്ലേ? അപ്പോൾ അങ്ങനെ കല്യാണ വീട്ടിൽ വന്നു. കല്യാണ പെണ്ണിൻ്റെ പേര് സ്നേഹ എന്നാണ്. ഈ കല്യാണം നടക്കുന്നത് വീട്ടിൽ വെച്ച് തന്നെ കേട്ടോ. അതിനടുത്ത് തന്നെ പന്തലും മണ്ഡപവും ഒക്കെ ഒരുക്കിയിട്ടുണ്ടായിരുന്നു. ഇപ്പോൾ കൂടുതലും ഓഡിറ്റോറിയത്തിലും അമ്പലങ്ങളിലും ഒക്കെ ആയിരിക്കും കല്യാണം നടക്കാറുള്ളത്. വളരെ അപൂർവമായിട്ടാണ് വീടുകളിൽ കല്യാണം നടത്തുന്നത്. അങ്ങനെ കല്യാണമൊക്കെ ഭംഗിയായിട്ട് കഴിഞ്ഞു. ഇനിയിപ്പം നമ്മുടെ അടുത്ത പരിപാടി കല്യാണ സദ്യ കഴിക്കുക എന്നുള്ളതാണ്. പരിപ്പും പപ്പടവും പ്രഥമനും പാൽപ്പായസവും ഒക്കെ ഉള്ള നല്ല സദ്യയായിരുന്നു. കറികളൊന്നും വേസ്റ്റ് ആക്കാതെ ഏറ്റവും വൃത്തിയായിട്ട് സദ്യ കഴിച്ച് ഇറങ്ങിയത് നമ്മുടെ മോനുകുട്ടൻ തന്നെയാണ്. അപ്പോൾ കൈ കഴുകിയിട്ടൊക്കെ വന്നപ്പോൾ ദേ മോനുകുട്ടൻ്റെ പ്രായം ഉണ്ടാവും, ഒരാൾ എന്നെ കാത്ത് നിൽപ്പുണ്ടായിരുന്നു ഫോട്ടോ എടുക്കാൻ. എന്നെ അവിടെ വെച്ച് കണ്ടപ്പോഴത്തേക്ക് അമ്മക്കിളി അല്ലേ വീഡിയോ ഒക്കെ കാണാറുണ്ടെന്നൊക്കെ പറഞ്ഞ് വന്നങ്ങ് മിണ്ടി. നല്ല മുൻപരിചയമുള്ള പോലെ തന്നെ എന്നോട് മിണ്ടിയത് കേട്ടോ. പിന്നെ ഈ പ്രിയപ്പെട്ടവരൊക്കെ വീഡിയോസ് കാണുന്നതാണ്. എനിക്ക് ഒത്തിരി സന്തോഷം തോന്നി. എന്നെ അറിയാവുന്ന ഇത്രയും പേരൊക്കെ എൻ്റെ അടുക്ക വരുമെന്നും എൻ്റെ കൂടെ നിന്ന് ഫോട്ടോ എടുക്കുമെന്നും ഒന്നും ഞാൻ വിചാരിച്ചതല്ല. ജീവിതത്തിൽ ഒരിക്കലും എനിക്ക് അങ്ങനെയൊന്നും പ്രതീക്ഷിച്ചിട്ട് പോലും ഇല്ലാത്ത കാര്യങ്ങളാണ് ഇപ്പം പലതും നടക്കുന്നത്. ആ കൂട്ടത്തിലാണിതും. കുഞ്ഞെൻ്റെ അടുക്ക വന്ന് മിണ്ടിയതാണ് എനിക്ക് ഇരട്ടി മധുരം പോലെ സന്തോഷം തോന്നിയത്. കാരണം നമ്മൾ വീട്ടമ്മമാരോ അല്ലെങ്കിൽ നമ്മുടെ എന്താ ഈ ഫാമിലി വ്ളോഗ്സൊക്കെ കാണാൻ ഇഷ്ടമുള്ളവരുണ്ടാവും. പക്ഷേ കുഞ്ഞുങ്ങൾ നമ്മളെ ഇഷ്ടപ്പെടുന്നു, നമ്മുടെ അടുക്ക് ഓടി വരുന്നു, മിണ്ടുന്നു എന്നൊക്കെ പറയുന്നത് അതൊരു എക്സ്ട്രാ സ്പെഷ്യൽ തന്നെയാണ്. അപ്പോൾ അതൊക്കെ കഴിഞ്ഞ് ഞങ്ങൾ ഒത്തിരി സന്തോഷത്തോടെയാണ് കല്യാണം കഴിഞ്ഞിറങ്ങിയത്. വീട്ടിൽ ചെന്ന് സദ്യയൊക്കെ ദഹിക്കുമ്പോഴത്തേക്ക് നമുക്ക് ഇമ്മിണി പോത്തിറച്ചി കറി വെക്കാമെന്നും പറഞ്ഞുകൊണ്ട് മാമി അത് വാങ്ങിക്കാൻ കയറിയതാണ്. ഞാനും ഇമ്മിണി മേടിച്ചിട്ടുണ്ട്. ഇതൊക്കെ കഴിഞ്ഞ് വെയിലൊക്കെ ഒന്ന് കുറഞ്ഞിട്ട് വൈകിട്ട് നമ്മളങ്ങ് വീട്ടിൽ പോവേ.